ഓക്കെ, നമ്മള് ലോജിസ്റ്റിക്സിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ലോജിസ്റ്റിക്സിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലോജിസ്റ്റിക്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോ ഓഫ് ഗുഡ്സ് ഫ്രം ഫാക്ടറി ടു എൻഡ് കസ്റ്റമർ. ഫ്ലോ ഓഫ് ഗുഡ്സ് ഫ്രം ഫാക്ടറി ടു എൻഡ് കസ്റ്റമർ, അല്ലെ? ഫാക്ടറിയിൽ നിന്നും ഗുഡ്സ് എൻഡ് കസ്റ്റമറിലോട്ട് എത്തിക്കുന്ന പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം? ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് നമുക്ക് പറയാം. മനസ്സിലായില്ലേ? ഗുഡ്സ് ഫാക്ടറിയിൽ നിന്നും എൻഡ് കസ്റ്റമറിലോട്ട് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം? ലോജിസ്റ്റിക്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഒരു ഓർഗനൈസേഷനിൽ എന്തിനാണ് ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് നടത്തുന്നത്? ഒരു ഓർഗനൈസേഷനിൽ എന്തിനാണ്? വളരെ സിമ്പിൾ ആണ്. ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി നടത്തുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പണ്ട് കാലത്ത് അല്ലെങ്കിൽ ആദ്യം ലോജിസ്റ്റിക്സ് അപ്ലൈ ചെയ്തത് എവിടെയാണ്? മിലിറ്ററിയിലാണ്, അല്ലെ? യുദ്ധം നടന്ന സമയത്താണ് ലോജിസ്റ്റിക്സ് ആദ്യമായിട്ട് അപ്ലൈ ചെയ്തത്. എന്തിനാണ് യുദ്ധം നടന്ന സമയത്ത് ലോജിസ്റ്റിക്സ് അപ്ലൈ ചെയ്തത്? എനിമീസ് കാണാതെ വെപ്പൺസ്, ഫുഡ്, ഇതൊക്കെ എന്ത് ചെയ്യുക? ആരുടെ അടുത്ത് എത്തിക്കുക? നമ്മുടെ നമ്മുടെ സോൾജിയേഴ്സിന്റെ അടുത്ത് എത്തിക്കുക. ഇതാണ് ഏത് ആദ്യം ലോജിസ്റ്റിക്സ് യൂസ് ചെയ്തത്, അല്ലെ? റൂട്ട് പ്ലാനിങ് ഒക്കെ നടത്തി വെപ്പൺസും ഗുഡ്സും, അതായത് ഫുഡും കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ആരുടെ അടുത്ത് എത്തിക്കുന്നു? സോൾജിയേഴ്സിന്റെ കയ്യിലെടുത്ത് എത്തിക്കുന്നു. അപ്പൊ അത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സമയം കുറവാണ്, നമുക്ക് വളരെ പെട്ടെന്ന് സോൾജിയേഴ്സിന്റെ കയ്യിൽ എത്തിക്കാൻ കഴിഞ്ഞു. ഇത് എന്തുകൊണ്ട് ബിസിനസ്സിൽ അപ്ലൈ ചെയ്തുകൂടാ എന്നൊരു കൺസെപ്റ്റിൽ നിന്നാണ് എന്ത് വന്നിട്ടുള്ളത്? ഈ പറയുന്ന ഒരു ആലോചന വന്നിട്ടുള്ളത്. അപ്പോ പ്രോഫിറ്റ് കൂട്ടാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഏത്? ലോജിസ്റ്റിക്സ്. പ്രോഫിറ്റ് എങ്ങനെയാ കൂട്ടുന്നത്? ഒരു ഓർഗനൈസേഷനിലെ മെറ്റീരിയൽ, ഇൻഫർമേഷൻ, ഫണ്ട്, ഇതിന്റെ ഫ്ലോ, ഇതിന്റെ ഒഴുക്ക് നമ്മൾ ഉറപ്പുവരുത്തുക. ഇതെല്ലാം ഒരു ഒറ്റ ഇന്റഗ്രേഷനിൽ നടക്കുമ്പോൾ എന്ത് കൂടും? പ്രോഫിറ്റ് കൂടും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ? ക്ലിയർ. ഇപ്പൊ സാംസങ്ങിനെ സംബന്ധിച്ചിടത്തോളം ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒരു ഇന്റഗ്രേഷൻ ആണ്. ഒരുപാട് ആക്ടിവിറ്റീസിന്റെ ഒരു ഇന്റഗ്രേഷൻ ആണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊളാബറേഷൻ ഓഫ് ആക്ടിവിറ്റീസ്. എല്ലാ ആക്ടിവിറ്റിയുടെയും ഒരു കൊളാബറേഷൻ ആണ്. എല്ലാ ആക്ടിവിറ്റിയുടെയും ഒരു കോപ്പറേഷൻ ആണ്. എല്ലാ ആക്ടിവിറ്റിയുടെയും ഒരു കോർഡിനേഷൻ ആണ്. ഇല്ലേ? നമ്മൾ പറഞ്ഞിട്ടില്ലേ ഗുഡ്സ് ഇതാണോ? ഗുഡ്സ് ഇതാണ്ടോ? എന്ത് ചെയ്യുന്നു? ഇതൊരു ഫാക്ടറി ആണ്, അല്ലെ? ഫാക്ടറി ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ആ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്ന് റോ മെറ്റീരിയൽ വരണം. പിന്നെ എന്താണ്? വെയർ ഹൗസിൽ വെക്കണം, എക്സ്പോർട്ട് ചെയ്യണം, പാക്കേജ് ചെയ്യണം, ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണം. അതെല്ലാം ചെയ്തിട്ടാണ് എൻഡ് കസ്റ്റമറിന്റെ കയ്യിൽ വരുന്നത്. സോ എന്താണ്? ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ആക്ടിവിറ്റീസിന്റെയും ഒരു കൊലാബറേഷൻ ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഒരു ഓർഗനൈസേഷനില് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ലോജിസ്റ്റിക്സിനെ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് ചെറിയൊരു പ്രോസസ് അല്ല, രണ്ടും രണ്ടാണ്. സപ്ലൈ ചെയിനും ലോജിസ്റ്റിക്സും രണ്ടാണ്. നമുക്ക് സപ്ലൈ ചെയിൻ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ലോജിസ്റ്റിക്സ് ഒരു ഓർഗനൈസേഷനില് പ്രധാനമായിട്ട് ഉപയോഗിക്കാൻ കാരണം, ഒന്ന്, നമ്മൾ നോക്കേണ്ടത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ചെയ്യാൻ ലോജിസ്റ്റിക്സ് നമ്മളെ സഹായിക്കുന്നു. നിലവിൽ നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഡിഫൈൻ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നമുക്ക് വരൂല. അങ്ങനെ ആരും ചോദിക്കൂല. ലോജിസ്റ്റിക്സിന്റെ ഡെഫിനിഷൻ എഴുതാൻ നമ്മളെ പരീക്ഷയ്ക്കൊന്നും അല്ലല്ലോ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഡിഫൈൻ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരില്ല. പക്ഷെ ലോജിസ്റ്റിക്സ് എന്താണെന്ന് ചോദിക്കും. അപ്പൊ ലോജിസ്റ്റിക്സ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം, ഫ്ലോ ഓഫ് ഗുഡ്സ് ഫ്രം ഫാക്ടറി ടു എൻഡ് കസ്റ്റമർ ലോജിസ്റ്റിക്സ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പക്ഷേ നമ്മളൊരു അക്കാഡമിക് ലെവലിൽ പഠിച്ചു വരുമ്പോൾ എന്ത് ചെയ്യണം? ഒരു ഡെഫിനിഷൻ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഇവിടെ ഒരു ഡെഫിനിഷൻ ഞാൻ നിങ്ങൾക്ക് തരുന്നു. ദ കൗൺസിൽ ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. കൗൺസിൽ ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പ്രൊഫഷണൽ ഡിഫൈൻ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് പാർട്ട് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ ഒരു പാർട്ടാണ് ഏത്? ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ ഒരു പാർട്ടാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇത് പ്ലാൻ ചെയ്യുന്നു, പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടപ്പാക്കുന്നു, ഇംപ്ലിമെന്റ് ചെയ്യുന്നു,
അതെങ്ങനെ നടപ്പാക്കണം? കൺട്രോൾ ചെയ്ത് വളരെ എഫിഷ്യന്റ് ആയിട്ട് വളരെ എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യണം? ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ഫ്ലോ സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് സ്റ്റോറേജ് ചെയ്യുന്നു. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സർവീസുകൾ, ഇൻഫർമേഷൻ എവിടെ നിന്ന്? അറ്റ് ദ പോയിന്റ് ഓഫ് ഒറിജിൻ, ഫാക്ടറിയിൽ നിന്നും അറ്റ് ദ പോയിന്റ് ഓഫ് കൺസംഷൻ, എന്റെ കസ്റ്റമറിലോട്ട് എത്തിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? കസ്റ്റമറിന്റെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനെയാണ് നമ്മൾ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല് ഫ്ലോ ഓഫ് ഗുഡ്സ് ഫ്രം ഫാക്ടറി ടു എൻഡ് കസ്റ്റമർ. അവർ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് പറഞ്ഞു. ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നു, പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, നമ്മൾ കൺട്രോൾ ചെയ്യുന്നു, എഫിഷ്യന്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും ഗുഡ്സിനെ എന്ത് ചെയ്യുന്നു? ഫ്ലോ ചെയ്യുന്നു, അത് സ്റ്റോറേജ് ചെയ്യുന്നു. അതുമായി റിലേറ്റ് ചെയ്ത ഇൻഫർമേഷൻ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് നിങ്ങളൊരു സാധനം ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഇൻഫർമേഷൻ കിട്ടും. ഗുഡ്സ് പാക്ക്ഡ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കും. ഡിസ്പാച്ച്ഡ്, ഔട്ട് ഓഫ് ഡെലിവറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരും. അത് തന്നെയാണ് ഇവിടെ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിലും പറയുന്നത്. മനസ്സിലായില്ലേ? ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഡെഫിനിഷൻ ഒന്ന് ക്ലിയർ ആയിട്ട് വായിച്ച് വച്ചിരിക്കുക. പിന്നെ നമുക്ക് ഈ ടെക്സ്റ്റിൽ ആവശ്യമായിട്ട് വരുന്നത് 5 R's ഓഫ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ 5 R's. ഓക്കെ, എന്താണ് 5 R? ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് 5 R. നമുക്ക് ചില ടെക്സ്റ്റിലൊക്കെ 7 R ഉണ്ട്. ഓക്കെ, നമുക്ക് മെയിൻ ആയിട്ട് 5 R's ആണ് MMTCയുടെ ടെക്സ്റ്റിലുള്ള, മെറ്റൽസ് ആൻഡ് മിനറൽ ട്രേഡ് കോർപ്പറേഷന്റെ ടെക്സ്റ്റിലുള്ളത്. ഒന്ന്, റൈറ്റ് പ്രോഡക്റ്റ്. നിങ്ങൾ നോക്കിയേ, നമ്മുടെ ഓർഗനൈസേഷനിൽ നല്ല ലോജിസ്റ്റിക്സ് നെറ്റ്വർക്ക് ഉണ്ട്. വളരെ എഫിഷ്യന്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ എന്തില്ല? നല്ലൊരു പ്രോഡക്റ്റ് ഇല്ല. ഈ നല്ലൊരു പ്രോഡക്റ്റ് ഇല്ല എങ്കിൽ നമ്മൾ ഈ പ്രോഡക്റ്റ് ഓടിച്ചാടി കൺസ്യൂമറിന്റെ കയ്യിൽ കൊണ്ടുകൊടുത്തിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവും ഇല്ല. അപ്പൊ പ്രോഡക്റ്റ് നല്ലതായിരിക്കണം, എങ്കിലേ ലോജിസ്റ്റിക്സിന്റെ എഫിഷ്യൻസി കൂടുള്ളൂ. ഒരു മോശം പ്രോഡക്റ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ലോജിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. മനസ്സിലായില്ലേ? അപ്പൊ പ്രോഡക്റ്റ് എങ്ങനെയുള്ളതായിരിക്കണം? നല്ല പ്രോഡക്റ്റ് ആയിരിക്കണം. പിന്നെ എന്തായിരിക്കണം? റൈറ്റ് പ്ലേസ്, അല്ലേ? പ്രോഡക്റ്റ് എങ്ങനെയുള്ളതായിരിക്കണം? റൈറ്റ് പ്ലേസിൽ ഡെലിവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. വലിയ വില കൂടിയ പെർഫ്യൂം നമ്മളൊരു ഗ്രാമത്തിൽ വിൽക്കുകയാണ്. അത് റൈറ്റ് പ്ലേസ് ആണോ? അത് റൈറ്റ് പ്ലേസ് അല്ല. അവിടെ പ്രോഡക്റ്റ് പോയില്ല എങ്കിൽ ലോജിസ്റ്റിക്സ് മോശമാണെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? ലോജിസ്റ്റിക്സ് എഫിഷ്യന്റ് അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമോ? ഒരിക്കലുമല്ല. അപ്പോ എന്തായിരിക്കണം? പ്രോഡക്റ്റ് റൈറ്റ് പ്ലേസ് ആയിരിക്കണം. പിന്നെ അടുത്ത് പറയുന്നത് റൈറ്റ് ടൈം. എന്താണ് റൈറ്റ് ടൈം? ഡെലിവറി ചെയ്യാൻ പറ്റും. ഇപ്പൊ KFC, കെൻറ്റാക്കി ഫ്രൈഡ് ചിക്കൻ, അല്ലേ? KFC നമുക്ക് ഓഫർ ചെയ്യുന്നത് എന്താണ്? ഹോട്ട് വിങ്സ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ബുക്ക് ചെയ്ത് നമുക്ക് 2 മണിക്കൂറിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? KFC കിട്ടുന്നത്. അത് തണുത്ത് കിട്ടിയാൽ പിന്നെ നമുക്കത് കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ റൈറ്റ് ടൈം എന്ന് പറഞ്ഞാല് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. റൈറ്റ് ടൈം എന്ന് പറഞ്ഞാല് എന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. മനസ്സിലായില്ലേ? അപ്പൊ റൈറ്റ് ടൈമിൽ ഡെലിവറി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ലോജിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു എഫക്റ്റീവ് ലോജിസ്റ്റിക്സ് നെറ്റ്വർക്കിന് മാത്രമേ റൈറ്റ് ടൈമിൽ പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. നിങ്ങൾ നോക്കിയേ, നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാധനം ബുക്ക് ചെയ്യുന്നു. അത് നിങ്ങളുടെ കയ്യിൽ എത്താൻ, ആ സാധനം നിങ്ങളുടെ കയ്യിൽ എത്താൻ ഉപയോഗിക്കുന്ന ലീഡ് ടൈം 3 ദിവസം. നിങ്ങൾ എവിടെ ആമസോണിൽ നിന്ന് ഒരു സാധനം ബുക്ക് ചെയ്യുന്നു, അത് നിങ്ങളുടെ കയ്യിൽ എത്താൻ ഉപയോഗിക്കുന്ന ലീഡ് ടൈം 2 ദിവസം. നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? നിങ്ങൾ ആമസോൺ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. കാരണം ലീഡ് ടൈം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ അത് ക്ലിയർ ആക്കി വച്ചിരിക്കുക. റൈറ്റ് കണ്ടീഷൻ. നിങ്ങൾ നോക്കിയേ, ഒരു മൊബൈലിന്റെ പൗച്ച് നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ബുക്ക് ചെയ്യാണ്. അപ്പൊ ഒരു മൊബൈലിന്റെ പൗച്ച് നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ബുക്ക് ചെയ്യുമ്പോൾ അത് കൊണ്ടുവരുന്ന ആ ഒരു പാക്കേജിങ് നമ്മൾ വിചാരിക്കും അത് എളുപ്പത്തിൽ പൊട്ടിക്കാന്ന് വിചാരിക്കും. നമ്മൾ ആദ്യം കൈ കൊണ്ട് പൊട്ടിച്ചു നോക്കും. അത് നടന്നില്ല എങ്കിൽ നമ്മൾ ലാസ്റ്റ് എങ്ങോട്ട് പോകും? നമ്മൾ കത്രിക ഉപയോഗിച്ച് എന്ത് ചെയ്യും? അത് പൊട്ടിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് അവിടെ പറഞ്ഞു വന്നത്. ഫ്ലിപ്കാർട്ടിന്റെ പാക്കേജിങ്, ഫ്ലിപ്കാർട്ടൊക്കെ പെട്ടെന്നൊരു ദിവസം കയറിയ കമ്പനികളായ പ്രോഡക്റ്റുകളൊന്നും അല്ല, അല്ലേ? അതിന്റെ പാക്കേജിംഗ് ഒക്കെ ഡബിൾ എഫക്റ്റ് ആണ്. പിന്നെ അപ്പൊ റൈറ്റ് കണ്ടീഷനിൽ ആ പ്രോഡക്റ്റ് എത്തിക്കുന്ന റൈറ്റ് കോസ്റ്റ്, അല്ലേ? ആ പ്രോഡക്റ്റിന് വില കൂടുതലാണ്. ലോജിസ്റ്റിക്സ് നെറ്റ്വർക്ക് അടിപൊളിയാണ്, സൂപ്പറാണ്, എഫിഷ്യൻസി ഉള്ളതാണ്. അപ്പൊ റൈറ്റ് കോസ്റ്റ് അല്ല എങ്കിൽ ആ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ?
പിന്നെ ഇവിടെ കുറച്ച് കീ എലമെന്റ്സ് പറയുന്നുണ്ട്. ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട എലമെന്റ്സ് പറയുന്നുണ്ട്. ലോജിസ്റ്റിക്സ് എന്ത് ചെയ്യുന്നു? ലോജിസ്റ്റിക്സ് ചൂസിങ് റൈറ്റ് സപ്ലയർ ഫോർ പ്രൊവൈഡിങ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. നോക്കിയേ, ഒരു റൈറ്റ് സപ്ലയർ, വെൻഡർ സെലക്ഷൻ നമ്മൾ പഠിക്കുക. സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ നമ്മൾ പഠിക്കും സപ്ലയറിനെ എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാം, എന്തെല്ലാം ക്രൈറ്റീരിയ കൺസിഡർ ചെയ്യണം. ഇതൊക്കെ നമ്മളെ സഹായിക്കുന്നത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ആണ്. പിന്നെ ഏറ്റവും മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ചാനൽ ചൂസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ഏതാണ്? ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ആണ്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട് ഉണ്ട്. പിന്നെ എന്താണ്? കസ്റ്റമറിന്റെ നീഡ്, അല്ലെ? കസ്റ്റമറിന്റെ നീഡ് മനസ്സിലാക്കുന്നത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിനാണ്. തീർച്ചയായിട്ടും ഡെലിവർ ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ലാസ്റ്റ് കസ്റ്റമറിന്, എൻഡ് കസ്റ്റമറിന്റെ കയ്യിൽ കൊണ്ടുകൊടുക്കുന്ന ആൾക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തീർച്ചയായിട്ടും കസ്റ്റമറിന്റെ നീഡ് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇൻവെന്ററി സ്റ്റോറേജ് ചെയ്യുക. ഇൻവെന്ററി സ്റ്റോറേജ്, ഇപ്പൊ ഗുഡ്സ് സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാല് വലിയ ബുദ്ധിമുട്ടാണ്. ഗുഡ്സ് സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അതിന് നല്ലൊരു ചെലവാണ്. മനസ്സിലായില്ലേ? ഗുഡ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് എന്താവും? നല്ല ചെലവ് വരും. അപ്പൊ നമുക്ക് അത് എങ്ങനെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും? ലോജിസ്റ്റിക്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കോസ്റ്റ് കട്ട് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഒരു വെയർ ഹൗസിൽ നമ്മൾ സാധനങ്ങൾ വയ്ക്കുന്നു, അവിടെ ഇൻവെന്ററി അക്കൗണ്ടിങ് ഉണ്ട്. ആദ്യം എടുക്കേണ്ടത് ഏത്? ഫിഫോ മെത്തേഡ് ഉണ്ട്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ലിഫോ മെത്തേഡ് ഉണ്ട്, EOQ ഉണ്ട്, നമ്മളത് പഠിക്കും. ABC ഉണ്ട്, VED ഉണ്ട്, FSN ഉണ്ട്. അങ്ങനെ പല പല മെത്തേഡുകളുണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കും. ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ചെയ്യാൻ ലോജിസ്റ്റിക്സ് സഹായിക്കുന്നത്. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ടാണ് കുറച്ച് നോട്ട് ചവറ് പോലെ തന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇത് വായിച്ചു വച്ചിരിക്കണം. ഓക്കെ. കാരണം നമ്മുടെ കോഴ്സിൽ പലരും ലോജിസ്റ്റിക്സ് പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പിള്ളേരുണ്ട്. അപ്പൊ അവർക്ക് ഈ മെറ്റീരിയലും ഈ പറയുന്ന നോട്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആയിട്ട് നോക്കിയെടുക്കുക. ഇതാണ് നമ്മൾ പറയുന്ന ഒരു ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പേ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യും. പറഞ്ഞില്ലേ? അല്ലേ? ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പേ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ഞാൻ പറഞ്ഞു അല്ലേ, ഇത് ഹീറോയുടെ ഫാക്ടറി. പിന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കുമായിരിക്കും. ഇത് ഹീറോയുടെ ഫാക്ടറി. ഈ ഫാക്ടറിയിൽ ബൈക്കിന്റെ എഞ്ചിനാണ് ഈ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നത്, അല്ലെ? അതിന്റെ ടയർ എവിടെ നിന്ന് വരും? MRF നിന്ന് വരും. അതിന്റെ ലൈറ്റ് ഫിലിപ്സിൽ നിന്ന് വരും. അതിന്റെ ഞെട്ട് ബോൾട്ട് മറ്റൊരു സ്ഥലത്ത് നിന്നൊക്കെ വരും. അപ്പൊ ഇതെല്ലാം നമ്മൾ എവിടെ എത്തിക്കും? ഈ പറയുന്ന ഫാക്ടറിയിൽ എത്തിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ തുടങ്ങുന്നത്. ഇവിടെ അപ്പൊ ഒരു മൂവ്മെന്റ് ഉണ്ട്, ഇവിടെയും മൂവ്മെന്റ് ഉണ്ട്, അല്ലെ? ഇവിടെ നിന്ന് പ്രോഡക്റ്റ് ഫാക്ടറിയിലോട്ട് വരുന്നു. ഫ്ലോ ഓഫ് ഗുഡ്സ് ഫ്രം ഫാക്ടറി ടു എൻഡ് കസ്റ്റമർ. ഇവിടെ എൻഡ് കസ്റ്റമർ ഹീറോയുടെ ഫാക്ടറിയാണ്. അപ്പൊ എല്ലായിടത്തും ഒരു മൂവ്മെന്റ് ഉണ്ട്. അത് തന്നെയാണ് ലോജിസ്റ്റിക്സ്. ആദ്യം റോ മെറ്റീരിയൽ സപ്ലൈ. ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് പ്രോസസ് എന്താണ്? ഒന്ന്, റോ മെറ്റീരിയൽ സപ്ലൈ. റോ മെറ്റീരിയൽ എന്ത് ചെയ്യുക? സപ്ലൈ ചെയ്യുക. രണ്ട്, ഒരു മിനിറ്റ്. ഓക്കെ. അപ്പൊ നോക്കിക്കോ. അപ്പൊ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? റോ മെറ്റീരിയൽ സപ്ലൈയിൽ നിന്നും. ആ റോ മെറ്റീരിയൽ എവിടെ കൊണ്ടുവരുന്നു? എവിടെ കൊണ്ടുവരുന്നു? മാനുഫാക്ചറിന്റെ അടുത്ത് കൊണ്ടുവരുന്നു. നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈസ്റ്റേൺ കറി പൗഡർ, അവരുടെ മെയിൻ പ്രോഡക്റ്റ് ചില്ലി, മുളക് പൊടി. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ റോ മെറ്റീരിയൽ മുളക് എവിടെ എത്തിക്കുന്നു? രണ്ടാമത്തെ പ്രോസസ്സിൽ ഫാക്ടറിയിൽ എത്തിക്കുന്നു. അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു. അവിടെ നിന്ന് ഹോൾസെയിലറിന് കൊടുക്കുന്നു. അവിടെ നിന്ന് റീറ്റെയിലറിന് കൊടുക്കുന്നു. അവിടെ നിന്ന് എൻഡ് യൂസറിന് കൊടുക്കുന്നു. അപ്പൊ ഇതൊരു പ്രോസസ്സാണ്. ഈ പ്രോസസ് എല്ലാം കൃത്യമായിട്ട് നടന്നു പോകുന്നതിനെയാണ് നമ്മൾ ഇന്ന് ലോജിസ്റ്റിക്സിന്റെ ഇടയിൽ കുറെ കാര്യങ്ങളുണ്ട്. എക്സ്പോർട്ട് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്,
പിന്നെ എന്താണ് വെയർ ഹൗസിംഗ് ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതാണ് ഇതിന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ ഡെഫിനിഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ലോജിസ്റ്റിക്സിന്റെ ഡെഫിനിഷനും കൂടി ഒന്ന് പറയുക. നോക്കിയേ, ഫിലിപ്പ് കോട്ട്ലർ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. ലോജിസ്റ്റിക്സ് ഇൻവോൾവ് പ്ലാനിങ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇംപ്ലിമെന്റിങ്, പിന്നെ എന്താണ് കൺട്രോളിങ്, എന്താണ് ഫ്ലോ ഓഫ് മെറ്റീരിയൽ അതിന്റെ ഫൈനൽ ഗുഡ്സ് ഫ്രം പോയിന്റ് ഓഫ് ഒറിജിൻ, പിന്നെന്താണ് മീറ്റ് ദ കസ്റ്റമർ റിക്വയർമെന്റ് അറ്റ് എ പ്രോഫിറ്റ്. എല്ലാത്തിലും വരുന്നത് ഒരേ കാര്യമാണ്. എല്ലാത്തിലും വരുന്നത് എന്താണ്? ഒരേ കാര്യമാണ്. എന്താണ്? പ്ലാൻ ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. എന്തിനെ പ്ലാൻ ചെയ്യുക? ഒന്ന് ഗുഡ്സിന്റെ ഫ്ലോയിന് അത് പ്ലാൻ ചെയ്യുക, കൺട്രോൾ ചെയ്യുക, നടപ്പിലാക്കുക, ഇംപ്ലിമെന്റ് ചെയ്യുക. അല്ലെ? എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്? കസ്റ്റമറിന്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് വച്ചിരിക്കുക. സ്കോപ്പ് ഓഫ് ലോജിസ്റ്റിക്സ് പാരഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതില് നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ എന്താണ്, അതായത് ലോജിസ്റ്റിക്സ് ഓരോ ലാംഗ്വേജിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു പോർഷൻസ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. ഇതൊന്നും നമുക്ക് നമ്മുടെ പരീക്ഷയ്ക്കൊന്നും ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് നിങ്ങളുടെ ഒരു നോളജിന് വേണ്ടി വായിച്ച് വച്ചിരിക്കുക. ഒബ്ജക്റ്റീവ്സ് ഓഫ് ലോജിസ്റ്റിക്സിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ? ഈ ലോജിസ്റ്റിക്സ് ഇപ്പൊ വേർപൂൾ കമ്പനിയുടെ കേസ് സ്റ്റഡി നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ ഒന്നുകൂടി വേർപൂൾ കമ്പനിയുടെ കേസ് സ്റ്റഡി നമ്മൾ പഠിക്കും. അല്ലേ? വേർപൂൾ എന്താ ചെയ്തത്? വേർപൂളിന്റെ നല്ല വലിയൊരു കമ്പനിയായിരുന്നു. പെട്ടെന്ന് അവിടെ എന്താണ് ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി അവർക്ക് ഇല്ലായിരുന്നു. അപ്പൊ അവർക്ക് കസ്റ്റമറിന്റെ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പൊ അവര് എന്താണ്, ലോജിസ്റ്റിക്സിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കസ്റ്റമറിന്റെ നീഡ് ഓൺ ടൈമിൽ മീറ്റ് ചെയ്യുക. മനസ്സിലായില്ല? അല്ലെങ്കിൽ നമുക്കൊരു കമ്പനി ലോജിസ്റ്റിക്സിന്റെ ആക്ടിവിറ്റീസ് ആവശ്യമില്ല. കസ്റ്റമറിന്റെ നീഡ് റൈറ്റ് ടൈമിൽ. ഇപ്പൊ സിപ്ലയുടെ മരുന്ന് നമുക്ക് കിട്ടുന്നു. വൈ? ലോജിസ്റ്റിക്സ്. അവർക്കറിയാം ആ പ്രോഡക്റ്റ് എത്തിച്ചില്ലെങ്കിൽ കൺസ്യൂമർ അടുത്ത ബ്രാൻഡിലോട്ട് പോകും. പിന്നെന്താണ് 3PL, തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ്. റീറ്റെയിലറിനെ, ഹോൾസെയിലറിനെ എല്ലാം കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യും. എന്താണ് ടൈമിലി ഡെസ്പാച്ച് ചെയ്യണം. പ്രോഡക്റ്റ് എന്ത് ചെയ്യണം? ടൈമിലി ഡെസ്പാച്ച് ചെയ്യണം. അതാണ് ലോജിസ്റ്റിക്സിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ്. പിന്നെന്താണ്? പ്രോഡക്റ്റ് എന്ത് ചെയ്യണം? സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. ടു ഡിവൈസ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ഫോർ സക്സസ്ഫുൾ ഇംപ്ലിമെന്റേഷൻ. അല്ലേ? ഒരു ഓർഗനൈസേഷന്റെ പോളിസീസും പ്രൊസീജിയറും കൃത്യമായിട്ട് നടപ്പിലാക്കണം. അതിന് ലോജിസ്റ്റിക്സ് ആവശ്യം. മനസ്സിലായില്ലേ? പിന്നെന്താണ്? ടു സിൻക്രണൈസ് ബിസിനസ് ഗോൾ വിത്ത് ലോജിസ്റ്റിക്സ് സിസ്റ്റം. അല്ലേ? ബിസിനസിന്റെ ലക്ഷ്യവും ലോജിസ്റ്റിക്സുമായിട്ട് എന്ത് ചെയ്യണം? കൂട്ടിമുട്ടിപ്പിക്കണം. അല്ലേ? നമ്മൾ വെറുതെ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി നടത്തിയിട്ട് കാര്യമില്ല. ബിസിനസിന്റെ ലക്ഷ്യവും നമ്മൾ നടത്തുന്ന ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റിയും തമ്മിൽ എന്ത് ചെയ്യണം? കൂട്ടിമുട്ടണം. അങ്ങനെ കൂട്ടിമുട്ടിയാലേ ഒരു പ്രൊഡ്യൂസറിന് എന്തുള്ളൂ? ഒരു പ്രൊഡ്യൂസറിന് അയാൾക്ക് ലാഭത്തിൽ ആ ബിസിനസ് ചെയ്യാനായിട്ട് പറ്റൂ. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? ക്രിയേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ കസ്റ്റമർ സപ്പോർട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾ ഒരു 5-6 ഈ ഒരു 5 ഒബ്ജക്റ്റീവ്സ് നോക്കി വെച്ചിരുന്നാൽ മതി. ഇമ്പോർട്ടൻസ്, ലോജിസ്റ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് ഒന്ന് ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കും. ഒരു ഓർഗനൈസേഷനിൽ ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കും സപ്ലൈ ചെയ്യുന്നത്. ട്രാൻസ്പെറൻസി. അല്ലെ? ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മളൊരു സാധനം ബുക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു അത് എവിടെ എത്തി, എപ്പം നമ്മുടെ കയ്യിലെത്തും എന്നൊക്കെ ഫ്ലിപ്കാർട്ട് നമുക്ക് കാണിച്ചു തരുന്നു. അങ്ങനെ കാണിച്ചു തരേണ്ട ആവശ്യമൊന്നും ഫ്ലിപ്കാർട്ടിന് ഇല്ലല്ലോ. അല്ലെ? നമ്മളെ കാണുന്ന നിർബന്ധമുണ്ടോ? ഇല്ല. പക്ഷെ ട്രാൻസ്പെറൻസി, സുതാര്യത. അവര് കസ്റ്റമർ നമ്മളാണ്. നമ്മൾ ബുക്ക് ചെയ്ത പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിന്റെ സ്റ്റാറ്റസ് അറിയാൻ. ഇപ്പൊ ഷിപ്പിൽ നമ്മൾ പറഞ്ഞു 24,000 കണ്ടെയ്നർ വരെ കൊള്ളുന്ന ഷിപ്പ് വിഴിഞ്ഞത്ത് വരാൻ പോവുകയാണ്. എത്രയോ സാധനങ്ങൾ ഇരിക്കുന്നു അതിൻ്റെ അകത്ത്. അപ്പൊ എത്രയോ സപ്ലയർ കാണും. അപ്പൊ ഈ സപ്ലയറിനൊക്കെ ആ ഷിപ്പ് എവിടെ എത്തിയെന്ന് അറിയണ്ടേ? എപ്പോ വിഴിഞ്ഞം പോർട്ടിൽ എത്തുമെന്ന് അറിയണ്ടേ? അതനുസരിച്ചല്ലേ കണ്ടെയ്നറൊക്കെ ബുക്ക് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ട്രാൻസ്പെറൻസി, ക്വാളിറ്റി പ്രോഡക്റ്റ്, ഇൻക്രീസസ് റവന്യൂ. ലോജിസ്റ്റിക്സ് വച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരുമാനം കൂട്ടാൻ പറ്റും. ഓർഗനൈസേഷനിൽ ഗുഡ് വില്ല് കൂട്ടാൻ പറ്റും. മനസ്സിലായില്ലേ? കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ. ഗുഡ് വില്ല് എന്ന് പറഞ്ഞാൽ എല്ലാ ആക്ടിവിറ്റിയും ഒരേ കമ്പനി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കമ്പനിക്ക് ഗുഡ് വില്ലുണ്ട്. അല്ലേ? ഇപ്പൊ ലോജിസ്റ്റിക്സ് ഇവിടെ ഇൻക്രീസ് റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ടൈമിൽ പ്രോഡക്റ്റ് കൊണ്ട് കൊടുക്കുന്നു. ഇടനിലക്കാരില്ലാതെ റൈറ്റ് ടൈമിൽ കൊണ്ട് കൊടുക്കണമെന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും ഗുഡ് വില്ല് ഉണ്ടാവും. അല്ലേ? സ്വിഗ്ഗി നമ്മൾ ബുക്ക് ചെയ്ത് കഴിക്കുന്നത് എന്തുകൊണ്ടാ? നമുക്ക് അവിടെ പോണ്ട.
അവരെന്ത് ചെയ്യും? നല്ല ക്വാളിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യും? പ്രോഡക്റ്റ് കൊണ്ട് തരും. അതാണ് സ്വിഗ്ഗി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താണ്, വേറെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? നമ്മൾ അവിടെ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യം ഇല്ല. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? ഗുഡ് വിൽ എൻഹാൻസ് ചെയ്യുന്നു. കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ. റൈറ്റ് ടൈമിൽ നമ്മൾ നേരത്തെ 5 പ്രിൻസിപ്പിൾ പറഞ്ഞു. ഒന്ന് പറഞ്ഞേ, റൈറ്റ് പ്രോഡക്റ്റ് റൈറ്റ് ടൈമില് റൈറ്റ് പ്രൈസില് റൈറ്റ് കണ്ടീഷനില് റൈറ്റ് പ്ലേസിൽ അവൈലബിൾ ആവുകയാണെങ്കിൽ കസ്റ്റമർ എന്തുകൊണ്ട് സാറ്റിസ്ഫൈ ആവൂല? തീർച്ചയായിട്ടും കസ്റ്റമർ അവിടെ സാറ്റിസ്ഫൈ ആവും. ഓൺ ടൈം ഡെലിവറി, റൈറ്റ് ടൈമിൽ ഡെലിവറി ചെയ്യുക. നമ്മൾ TV എടുത്ത് വച്ചിട്ടേ അവർ ഫിറ്റ് ചെയ്യാൻ ഒരാഴ്ച കഴിഞ്ഞ് വരികയാണെങ്കിൽ നമുക്ക് തന്നെ എന്ത് അമർഷം തോന്നും. നമ്മൾ പുതിയ TV എടുത്ത് വച്ചിട്ട് അവർ ടൈമിൽ എന്ത് ചെയ്യുന്നില്ല, അത് ക്ലിയർ ആക്കാനായിട്ട് വരുന്നില്ല. അപ്പൊ അത് ഓൺ ടൈം ഡെലിവറി അല്ല. അപ്പൊ അത് ലോജിസ്റ്റിക്സിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. അപ്പൊ ലോജിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ അവിടെ ടൈമിലി ഡെലിവറി ഉണ്ടായിരിക്കണം. പിന്നെ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണം. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലോ ഓഫ് ഗുഡ്സ് മാത്രമല്ല, ഫ്ലോ ഓഫ് മെറ്റീരിയൽ മാത്രമല്ല, ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ കമ്പൽസറി ആണ്. അത് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. ഓക്കെ. പിന്നെ പറയുന്നത് ടൈപ്പ് ഓഫ് ലോജിസ്റ്റിക്സ്. ഒന്ന് പ്രൊക്യൂർമെന്റ് ലോജിസ്റ്റിക്സ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ റോ മെറ്റീരിയൽ കൊണ്ടുവരണം. അതിനെയാണ് പ്രൊക്യൂർമെന്റ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ അത് മെയിൻ ആയിട്ട് നോക്കേണ്ടത് എന്താണ്? പർച്ചേസ് ഡിസിഷൻ. ആരെന്ന് പർച്ചേസ് ചെയ്യണം, ഏത് സപ്ലയേഴ്സിന്റെ കൊണ്ടുവരണം, ഇതെല്ലാം നോക്കുന്നതാണ് പ്രൊക്യൂർമെന്റ് ലോജിസ്റ്റിക്സ്. പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തുള്ള മൂവ്മെന്റ്. അതാണ് പ്രൊഡക്ഷൻ എന്താണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് പ്രൊക്യൂർമെന്റിനും ഡിസ്ട്രിബ്യൂഷനും ഇടയിലുള്ള ലോജിസ്റ്റിക്സ് ആണ് പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സ്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ. ഒരു പ്രോഡക്റ്റ് എവിടെയാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ, പ്രോഡക്റ്റ് നമ്മളൊരു ഹോൾസെയിലറിന്റെ കയ്യിൽ പ്രോഡക്റ്റ് കൊടുത്ത് വിടേണ്ട, അയാൾക്ക് അറിയാം ആ പ്രോഡക്റ്റ് അവിടെ വിറ്റ് പോകും. ഇപ്പൊ നമ്മൾ പ്രോഡക്റ്റ് കൊണ്ട് വിൽക്കുകയാണ്, നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ തന്നെ കൊണ്ട് സെയിൽ ചെയ്യുന്നുള്ള അഹങ്കാരത്തിൽ നമ്മൾ അത് ചെയ്യണം. നമുക്ക് പറ്റുമോ? ഒരു ഹോൾസെയിലർ എക്സ്പേർട്ട് ആയിരിക്കും, നമുക്കത് അറിയാൻ പറ്റുമോ? നമ്മൾ ചുമ്മാ എന്ത് ചെയ്യും? ചുമ്മാ കിടന്ന് ഓടി ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഒക്കെ കൂട്ടി വെക്കും. പിന്നെ ഒരു ആഫ്റ്റർ സെയിൽസ് ലോജിസ്റ്റിക്സ് ഉണ്ട്. സാധനം വിറ്റ് കഴിഞ്ഞാലും നമ്മൾ അവർക്ക് സർവീസ് കൊടുക്കുക. റിപ്പയർ ആണെങ്കിൽ അത് തിരിച്ചെടുക്കുക, റിവേഴ്സ് ലോജിസ്റ്റിക്സ്. അപ്പൊ റിവേഴ്സ് ലോജിസ്റ്റിക്സ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കും. ആഫ്റ്റർ സെയിൽ ലോജിസ്റ്റിക്സിലും പഠിക്കും. സാധനം വിറ്റാലും കസ്റ്റമറുമായിട്ട് എന്ത്, ഇപ്പൊ സ്പെയർ പാർട്സ് ആഫ്റ്റർ സെയിൽ ലോജിസ്റ്റിക്സ് ആണ് അല്ലെ? അവൈലബിലിറ്റി ഓഫ് പ്രോഡക്റ്റ്. കാരണം സ്പെയർ പാർട്സ് ഇല്ല എന്ന് പറഞ്ഞ് എത്രയോ വണ്ടി കമ്പനികൾ, മോട്ടോർ വെഹിക്കിൾ കമ്പനികൾ പൂട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ആഫ്റ്റർ സെയിൽ സർവീസ്. പിന്നെ അടുത്ത് പറയുന്നത് എന്താണ്? ഡിസ്പോസൽ ലോജിസ്റ്റിക്സ്. എന്താ ഡിസ്പോസൽ ലോജിസ്റ്റിക്സ്? ഡിസ്പോസൽ ലോജിസ്റ്റിക്സ് ആ വേസ്റ്റ് അല്ലേ? അല്ലെ, ചില കമ്പനികളൊക്കെ എന്ത് ചെയ്യുന്നു? വേസ്റ്റ് എടുക്കും. പണ്ടൊക്കെ ബിയർ ബോട്ടിൽ നമുക്ക് കൊണ്ട് കൊടുക്കായിരുന്നു. അത് അവരെ കമ്പനിക്കാർ തിരിച്ചെടുത്ത് പൊടിച്ച് ചിപ്സ് ആക്കി അടുത്ത ബോട്ടിലാക്കും അല്ലേ? അതെന്താണ്? ഡിസ്പോസലാണ്. ഡിസ്പോസൽ ലോജിസ്റ്റിക്സ് ആണ്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. പിന്നെ അടുത്ത് പറയുന്നത് റിവേഴ്സ് ലോജിസ്റ്റിക്സ്. എന്താ റിവേഴ്സ് ലോജിസ്റ്റിക്സ്? നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പൊ ഗ്യാസിന്റെ റീഫില്ലിംഗ് കണ്ടോ? റീഫില്ലിംഗ്, പഴയ പെപ്സിയുടെയും കൊക്കക്കോളയുടെയും ഒക്കെ റീഫില്ലിംഗ് റിവേഴ്സ് ലോജിസ്റ്റിക്സ് ആണ്. നിങ്ങളെ വീട്ടിലെ ഗ്യാസ് ഊറ്റി അല്ലെ? പ്രോഡക്റ്റ് ഫാക്ടറിയിൽ നിന്നും കസ്റ്റമറിലോട്ട് എത്തുന്നത് ലോജിസ്റ്റിക്സ് ആണ്. കസ്റ്റമറിൽ നിന്നും ഫാക്ടറിയിലോട്ട് തിരിച്ചെത്തുന്നത് റിവേഴ്സ് ലോജിസ്റ്റിക്സ്. ഇത് ഫാക്ടറി, ഇത് കസ്റ്റമർ. ഫാക്ടറിയിൽ നിന്ന് കസ്റ്റമറിലോട്ട് പ്രോഡക്റ്റ് എത്തുന്നു, അതെന്താണ്? അത് ലോജിസ്റ്റിക്സ്. അടുത്ത ഫാക്ടറിയിൽ നിന്നും, കസ്റ്റമറിൽ നിന്നും പ്രോഡക്റ്റ് ഫാക്ടറിയിൽ എത്തുന്നു, അത് റിവേഴ്സ് ലോജിസ്റ്റിക്സ്. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നു? റീഫില്ലിംഗ്. പ്രോഡക്റ്റ് റീഫില്ല് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും റിവേഴ്സ് ലോജിസ്റ്റിക്സ് ഉണ്ടാവും. പിന്നെ ഗ്ലോബൽ ലോജിസ്റ്റിക്സ് അറിയാലോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? അക്രോസ് ദി കൺട്രീസ്, ഒരുപാട് രാജ്യങ്ങളിൽ നമ്മൾ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി നടത്തുകയാണെങ്കിൽ അത് ഗ്ലോബൽ ലോജിസ്റ്റിക്സ്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. പിന്നെ പറയുന്നത് ഡൊമസ്റ്റിക് ലോജിസ്റ്റിക്സ്. എന്താ ഡൊമസ്റ്റിക് ലോജിസ്റ്റിക്സ്? ഡൊമസ്റ്റിക് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല് എന്താണ്? വിത്തിൻ ദ കൺട്രി, ഒരു രാജ്യത്തിനകത്ത്, അല്ലെങ്കിൽ നമ്മൾ ഒരു കൺട്രിയിൽ മാത്രം ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി നടത്തുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ലോജിസ്റ്റിക്സ്. ക്ലിയർ ആണല്ലോ? ഒരു മിനിറ്റ്. ഹലോ.
കേക്കാലോ? കേക്കാം. ഓക്കെ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഞാൻ ഇത് ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. നോട്ട് നോക്കാതെ തന്നെ നിങ്ങൾ പറയാൻ കേൾക്കാൻ ശ്രമിച്ചേ. പറ്റുന്നില്ല. ഇതാരാ, പേരെന്താണ്? ഇപ്പൊ കേക്കാലോ? ആരാണിത്? പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. ഇപ്പൊ കേൾക്കാമോ? കേക്കാം. കേൾക്കാം. ഓക്കെ. അങ്ങനെ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടോ? ഇത് കേൾക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രൊക്യൂർമെന്റ് ലോജിസ്റ്റിക്സ് നമുക്കറിയാം. റോ മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്യുന്ന ലോജിസ്റ്റിക്സ് ആണ് പ്രൊക്യൂർമെന്റ്, അതായത് പ്രൊഡക്ഷന് മുമ്പുള്ളത്. പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ പ്രൊക്യൂർമെന്റിനും ഡിസ്ട്രിബ്യൂഷനും ഇടയ്ക്ക് വരുന്നതാണ്. അതായത് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നിർമ്മാണം. സാധനങ്ങളും സേവനങ്ങളും എന്ത് ചെയ്യുന്നു? നമ്മൾ നിർമ്മാണം ചെയ്യുന്നു, അല്ലെ? സാധനങ്ങളും സേവനങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു? നിർമ്മാണം ചെയ്യുന്നു, അല്ലെ? ഓക്കെ. അപ്പൊ അതാണ് പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സ്. ആ ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന പ്രക്രിയ, റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന പ്രക്രിയ, ആ സമയത്ത് അവിടെ ഒരു ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി ഉണ്ട്. അതാണ് പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സ്. ഡിസ്ട്രിബ്യൂഷൻ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. എന്താണ്? നമ്മൾ പ്രോഡക്റ്റ്, എല്ലാവരും മ്യൂട്ട് ആക്കണേ. നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ കൺസ്യൂമറിൽ എത്തിക്കുന്ന ലോജിസ്റ്റിക്സ് ആണ് ഡിസ്ട്രിബ്യൂഷൻ ലോജിസ്റ്റിക്സ്.